അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാനുള്ളത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠത്തിലെ ആദ്യത്തെ 2 ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ളത് പേജ് നമ്പർ 77 ജോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. വളരെയേറെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഓക്കെ, എക്സാമിന് ഈ ചാപ്റ്ററിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ പഠിക്കുക. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ഫിഗർ ആണ്. ഇവിടെ ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് വായിച്ചു നോക്ക്. എ മൾട്ടി കളേർഡ് ഡിസ്ക് ഈസ് മൗണ്ടഡ് ഓൺ എ ബോർഡ്. അല്ലെ, ഒരു ബോർഡിന്റെ മുകളിൽ ഒരു കാർഡ്ബോർഡോ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡിന്റെ മുകളിൽ അവരെന്ത് വെച്ചിട്ടുണ്ട്? ഒരു മൾട്ടി കളേർഡ് ഡിസ്ക്, പല കളറിലുള്ള സെക്ടേഴ്സ് ആയിട്ട് ഭാഗിച്ചിട്ടുള്ള സെക്ടർ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫ്രീലി റൊട്ടേറ്റ്. അല്ലെ, ഇത് റെഡ് എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമായിട്ടും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഇതിങ്ങനെ കറക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഇങ്ങനെ ലക്കി ഡ്രോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെ, ഒരുപാട് ഇപ്പോൾ കാസിനോകളിലൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് സിനിമകളിലും ഒക്കെ കോമഡി ആയിട്ടൊക്കെ ഉണ്ട്. ഇതിൽ ഓരോ കറസ്പോണ്ടിങ്ങിലും ഓരോ പ്രൈസ് എഴുതിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് 100 രൂപ, 200 രൂപ, അങ്ങനത്തെയൊക്കെ കണ്ടിട്ടുണ്ടാവും. 500 രൂപ. ഇതിങ്ങനെ കറക്കും. എന്നിട്ട് ഈ ഏരോന്റെ നേരെ വന്ന് നിൽക്കുന്നതിന്റെ ആ പ്രൈസ് ആവും ഉണ്ടാവുക. അപ്പൊ സപ്പോസ് ഈ ഏരോന്റെ നേരെ അധികം വന്ന് നിൽക്കുക 0 ഒക്കെ ആയിരിക്കും. അവരെന്തെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഗെയിമൊക്കെ കണ്ടിട്ടാവും. അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കറക്കുന്ന ഒരു വീല് ഈ റെഡ് പോയിന്റിലായിരിക്കും അത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി ചോദിച്ചിട്ടുള്ള ചോദ്യം, നമ്മൾ പഠിക്കുന്നത് പ്രോബബിലിറ്റി ആണല്ലോ. പ്രോബബിലിറ്റി ആയിട്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ എഗെയിൻസ്റ്റ് ദ ഏരോ വെൻ ഇറ്റ് സ്റ്റോപ്സ്. അല്ലെ, ഇത് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇത് കറങ്ങി നിൽക്കുമ്പോൾ ഈ റെഡ് ഏരോന്റെ നേരക്ക് എന്ത് വരാൻ? യെല്ലോ വരാനുള്ള സാധ്യത, പ്രോബബിലിറ്റി എത്രയാണ്, സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിങ്ങനെയാവും ആൻസർ ചെയ്യുക. ഒന്ന് നോക്കി നോക്ക്. ടോട്ടല് നമ്മൾ ഈ ഒരു സർക്കിളിനെ നമ്മൾ എത്ര പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഐഡിയ കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇനി ഈ ഒരു സെക്ഷൻ ചെയ്യുമ്പോൾ മുഴുവൻ നിങ്ങൾ ഈ ഒറ്റ ഐഡിയ ആലോചിച്ചാൽ മതി. നമ്മൾ ടോട്ടൽ ഏരിയയുടെ എത്ര പാർട്ടാണ്, അല്ലെ, ടോട്ടൽ ഏരിയ ആയിരിക്കും ഫ്രാക്ഷൻ ആയിരിക്കുമല്ലോ പ്രോബബിലിറ്റി ഷുവർ ആയിട്ട് എന്തായിരിക്കും? ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ താഴെ നമ്മൾ എപ്പോഴും ടോട്ടൽ ഏരിയയാണ് എഴുതുക. ഓക്കെ, ടോട്ടൽ ഏരിയയുടെ എത്ര ഭാഗം ഉണ്ടെന്നല്ലേ നോക്കുക. അപ്പോൾ ഇത് മുകളിൽ നമ്മൾ എന്ത് എഴുതും? നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ. അപ്പൊ ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, എക്സാക്ട്ലി ഏരിയ ആയിക്കോളണമെന്നില്ല. ഇവിടെ നോക്ക്, ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതില് യെല്ലോയിൽ വരാനുള്ള പ്രോബബിലിറ്റി, ഓക്കെ, പ്രോബബിലിറ്റി ഓഫ്, അതല്ല നമുക്ക് വേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെല്ലോ എന്ന് പറയുന്നത് ടോട്ടല് നമ്മൾ ഈ സർക്കിളിനെ എത്ര പീസാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? അല്ലേ, ടോട്ടൽ ഏരിയനെ നമ്മൾ എത്ര പീസാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8 പീസ് അല്ലേ. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും 8. ടോട്ടൽ എത്ര പീസ് ഉണ്ട്? 8. അതിൽ ആവശ്യമുള്ളത് നമുക്ക് എന്താ കിട്ടേണ്ടത്? യെല്ലോ എത്ര പീസ് ഉണ്ട്? ഈ 8 എത്ര പീസാണ് യെല്ലോ? 1, 2, 3 പീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ 3/8. ഇതാണ് കേട്ടോ പ്രോബബിലിറ്റി. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈ സെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിക്ക് കൊടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എപ്പോഴും നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത് ഇതാണ്. നമ്മൾ ഈ ജോമെട്രിക് ഫിഗേഴ്സിന്റെ പ്രോബബിലിറ്റി കാണുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? റിക്വയർഡ് ഏരിയ, അത് ന്യൂമറേറ്ററിൽ. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് യെല്ലോ ആണ്. യെല്ലോ എത്ര പോർഷൻ ഉള്ളത്? 3 പോർഷൻ. ടോട്ടൽ എത്ര പോർഷൻ ഉണ്ട്? 8 പോർഷൻ. അപ്പൊ 3/8. 3-ൽ 8 എണ്ണം. 3-ൽ 8 ആണ് ഇതിന്റെ ചാൻസ് പറയും. 3/8 ആണ് പ്രോബബിലിറ്റി ടു ഗെറ്റ് യെല്ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തത് ടെക്സ്റ്റിൽ തന്നെ പറയുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കും. കട്ട് ഔട്ട് എ റെക്ടാങ്കുലർ പീസ് ഓഫ് കാർഡ്ബോർഡ്. അല്ലെ, കാർഡ്ബോർഡിൽ കൊണ്ടുണ്ടാക്കിയിട്ട് റെക്ടാങ്കുലർ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ റെഡ് കളർ ട്രയാങ്കിൾ, ഈ റെക്ടാങ്കിൾ ആണ് എന്ത്? നമ്മൾ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്ത റെക്ടാങ്കിൾ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? നമ്മൾ കണ്ണടച്ചിട്ട് നമ്മളെ മുന്നിൽ ഈ കട്ട് ചെയ്ത കാർഡ്ബോർഡ് മാത്രമേ ഇട്ടുള്ളൂ. ഇത് കാർഡ്ബോർഡിന്റെ കഷ്ണമാണ്. ഈ റെക്ടാങ്കിൾ അതിൽ വരച്ച ഒരു ട്രയാങ്കിൾ ആണ്. നമ്മൾ കണ്ണടച്ചിട്ട് ഇതിന്റെ മുകളിലൊരു കുത്തിട്ടാൽ ആ കുത്ത് ഈ റെഡ് ട്രയാങ്കിളിൽ ആവാനുള്ള സാധ്യത എത്രയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വുഡ് ബി വിത്തിൻ ദ ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിൽ ആവാനുള്ള സാധ്യത എത്രയാണ്?
അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുക എന്താണ്, നമുക്ക് ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരുടെ ഏരിയയാണ് അല്ലെ, പ്രോബബിലിറ്റി കാണുമ്പോൾ ജോമെട്രിക് ഫിഗേഴ്സിന്റെ പ്രോബബിലിറ്റി കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഏരിയ ഉണ്ടാവും. അതുപോലെ മുകളിൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ, റിക്വയർഡ് ഏരിയ, അതാണ് നമ്മൾ എപ്പോഴും ജോമെട്രിക് ഫിഗേഴ്സിന്റെ പ്രോബബിലിറ്റി കാണുമ്പോൾ കാണാറ്. ടോട്ടൽ ഏരിയ, ഇവിടെ നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ആരാണ്, ഡിനോമിനേറ്ററിൽ അപ്പം ആര് വരും, ഏരിയ ഓഫ് റെക്റ്റാങ്കിളിന്റെ ഏരിയ. ക്ലിയർ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ആരുടെ ഏരിയയാണ്, ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഏരിയ. ക്ലിയർ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, പ്രോബബിലിറ്റി that it would be within the triangle. Okay, therefore the probability of, അപ്പോൾ ഇങ്ങനെ എഴുതാട്ടോ, പ്രോബബിലിറ്റി ഇത് സ്റ്റെപ്പായിട്ട് എങ്ങനെ എഴുതാന്ന് അറിയോ, പ്രോബബിലിറ്റി ഓഫ് ദി മാർക്ക് ഈസ് ഇൻ ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലെ. ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ആരുടെ ഏരിയ വരും, റെക്റ്റാങ്കിളിന്റെ ഏരിയ വരും. നമുക്ക് ആവശ്യമുള്ള ഏരിയ ഏതിലാണ്, ട്രയാങ്കിളിൽ വീഴാനുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഏരിയ ട്രയാങ്കിളിന്റെ ഏരിയ. ക്ലിയർ. ഈ ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം, ഏരിയ ഓഫ് ട്രയാങ്കിളും വേണം, ഏരിയ ഓഫ് റെക്റ്റാങ്കിളും വേണം. ഇത് രണ്ടിനും ഇവിടെ ഒരളവും തന്നിട്ടില്ല, ഇത്ര സെന്റിമീറ്റർ ആണെന്ന് ഒന്നും തന്നിട്ടില്ല. അപ്പൊ ഇതൊന്നും തരേണ്ട ആവശ്യമില്ല. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരളവും തന്നോളണമെന്നില്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. ഞാനിപ്പോ ഈ ഒരു അളവിനെ ഇത്രയും ദൂരത്തിന് ഞാനൊരു എ ആയിട്ട് എടുക്കുകയാണ്. റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡിന് ഞാൻ എ ആയിട്ട് എടുത്തു. ക്ലിയർ. ശ്രദ്ധിച്ചു കേട്ടോ. റെക്റ്റാങ്കിളിന്റെ ലെങ്തിനെ ഞാൻ എ ആയിട്ട് എടുത്തു, അതിന്റെ ബ്രെഡ്ത്തിനെ ഞാൻ പി ആയിട്ട് എടുത്തു. ക്ലിയർ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പറഞ്ഞൂടെ അല്ലെ. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ ഇതിപ്പോ എന്താ, വലിയൊരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ മാത്രം നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഇപ്പൊ റെക്റ്റാങ്കിൾ ഇരിക്കുന്നത്, എ ലെങ്ത്തും ബി ബ്രെഡ്ത്തും. അപ്പോൾ റെക്റ്റാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പണിയില്ല, എ ബി എന്ന് വരും. ഡൗട്ടില്ലല്ലോ. ഇനി നമുക്ക് ഈ തന്നിട്ടുള്ള ഈ എയും ബിയും ഉപയോഗിച്ച് തന്നെ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കൂടെ കണ്ടുപിടിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയും ബി ഒന്നും കണ്ടു പേടിക്കണം കേട്ടോ. ഇതൊക്കെ ക്യാൻസൽ ആയി പോകും. നമ്മളെ ഫ്രാക്ഷൻ ആണല്ലോ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ആയി പോകും. അപ്പോൾ അത് കണ്ടു പേടിക്കുന്നു വേണ്ട. ഇനി നമുക്ക് ഇതേ പാരാമീറ്റർ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കൂടെ കണ്ടുപിടിക്കണം. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ട്രയാങ്കിളിന്റെ ബേസ്, ഒരു ട്രയാങ്കിളിന് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ട്രയാങ്കിളിന്റെ ഏരിയ ആണ്, നമുക്ക് എന്ത് വേണം, ബേസും വേണം ഹൈറ്റും വേണം. നമ്മുടെ നമുക്ക് ബേസ് ഏത് തന്നെയാണ്, ഈ എ തന്നെയല്ലേ ബേസ് വരിക, ട്രയാങ്കിളിന്റെ ബേസ് എ തന്നെ വരും. ഹൈറ്റ് എന്ത് വരും, ഹൈറ്റ് ബി തന്നെയല്ലേ അല്ലെ, ബി അല്ലേ ഹൈറ്റ്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ബി തന്നെയല്ലേ. ശ്രദ്ധിച്ചു നോക്ക്, ബി ആണ് ഹൈറ്റ്. അപ്പോ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ത് വരും, ബി ആണ്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിളും എഴുതിക്കൂടെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ത് വരും, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു എ ബി അല്ലെ. ഹാഫ് ബി എച്ച് എന്നാണ് എടുക്കാറ്. ഇവിടെ നമ്മൾ എയും ബി ആണ് കൊടുത്തിട്ടത്. അപ്പോൾ ഹാഫ് എ ബി. ഇനി നമുക്ക് പ്രോബബിലിറ്റി കൊടുത്തൂടെ, നമ്മുടെ അതിൽ ഇക്വേഷൻ ഉണ്ട് therefore. അപ്പോൾ നമ്മൾ ഈ പ്രോബബിലിറ്റിയുടെ ഇക്വേഷന് കൊടുക്കുന്ന ടൈമിൽ therefore പ്രോബബിലിറ്റി ഇനിയാണ് കേട്ടോ ഇക്വേഷൻ എഴുതേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ദി മാർക്ക് ഇൻ ദി റെഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും എന്തായിരിക്കും, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ കിട്ടുട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഇത് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു വട്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചെടപടയെന്ന് കിട്ടും. എയും ബിക്കും പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക, പിയും ക്യൂയും കൊടുക്കുക, എയും എച്ചും കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചോയ്സ് പോലെ കൊടുക്കുക കേട്ടോ. ഇവിടെ അതിനൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതൊക്കെ ക്യാൻസൽ ആയി പോകും. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് കിട്ടിയ എന്താണ്, ഹാഫ് എ ബി ആണ്. ഓക്കെ. ഏരിയ ഓഫ് റെക്റ്റാങ്കിളോ എ ബി ആണ്. അപ്പൊ ഇവിടെ നോക്ക്, എ ബി ക്യാൻസൽ ആവൂലേ, ബാക്കി ആരുണ്ടാവും, ഒരു 1/2 മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ പ്രോബബിലിറ്റി. എന്താണ് പ്രോബബിലിറ്റി, 1/2. ഓക്കെ. ഇതിങ്ങനെയും ചിന്തിക്കാം. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിന്റെ ഏരിയയുടെ പകുതിയാണ്. ഓക്കെ. അതിന് കാരണം എന്താണ്, ട്രയാങ്കിളിന്റെ ഏരിയ കാരണം നമ്മളൊരു ഹാഫ് കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹാഫ് മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിവ എപ്പോഴും നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്, എപ്പോഴും നമുക്ക് ജനറൽ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം ഇതാണ്. എന്ത്, റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ
റിക്വയർഡ് പ്രോബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ ന്യൂമറേറ്ററിൽ എന്ത് കൊടുക്കും, നമുക്ക് ആവശ്യമുള്ള ഭാഗത്തിന്റെ ഏരിയ ബൈ ഡിനോമിനേറ്ററിൽ താഴെയുള്ള ഏരിയ. ഇവിടെ ആവശ്യമുള്ള ഭാഗം ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ മുകളിൽ കൊടുത്തു. താഴെ എന്ത് വന്നു, നമുക്ക് ടോട്ടൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ ആണ്. ക്ലിയർ ആണെന്ന് എഴുതുന്നു. ഓക്കെ, മൂവിങ് ഇൻ ടു, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഈ സെക്ഷനിലുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് പിക്ചർ ബിലോ, അതായത് ഇവിടെ 5 ക്വസ്റ്റ്യനും റിലേറ്റഡ് ആണ്. അതായത് ഒരേ പണിയാണ് എല്ലാത്തിനും ചെയ്യാനുള്ളത്, ഫിഗർ ഡിഫറെന്റ് ആവുന്ന മാത്രം. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, കുറെ ഫിഗേഴ്സ് വന്നിട്ടുണ്ട്. ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗ്രീൻ ഇൻസൈഡ് ദ യെല്ലോ വൺ ഈസ് ഗിവൺ. ഓക്കെ, അപ്പോൾ ഒരു യെല്ലോ ഫിഗർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രീൻ ഫിഗർ ഉണ്ടാവും. അങ്ങനെ ആവും ഇനിയുള്ള ഫിഗേഴ്സ് 2, 3, 4, 5 ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഈച്ച് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡോട്ട് പുട്ട് ഇൻ ദ പിക്ചർ വിത്തൗട്ട് ലുക്കിംഗ്, അല്ലെ, നമ്മൾ നോക്കാതെ കണ്ണടച്ചിട്ട്, ഇപ്പൊ കണ്ണടച്ചിട്ട് തന്നെ നമ്മൾ ഇതിലൊരു ഡോട്ട് ഇടുമ്പോ ആ ഡോട്ട് ഈ ഗ്രീൻ റീജിയനിലാവാനുള്ള പ്രോബബിലിറ്റി, ഗ്രീൻ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത്തെ സ്ക്വയർ ഉണ്ടോ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഈ ഉള്ളത്തെ സ്ക്വയറിലാവാനുള്ള പ്രോബബിലിറ്റി, അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, മുകളിൽ നമുക്ക് ആവശ്യമുള്ളതിന്റെ ഏരിയ, താഴെ നമുക്ക് ടോട്ടൽ ഏരിയ. ക്ലിയർ? അപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, സ്ക്വയർ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ലാർജർ സ്ക്വയർ. ഇവിടെ ഒരു വലിയൊരു സ്ക്വയർ ഉണ്ട്, കണ്ടാ, ഈ സ്ക്വയേഴ്സിന്റെ മിഡ് പോയിന്റ്സ് ഉണ്ടാവൂലേ, അല്ലെ, ഓരോ മിഡ് പോയിന്റ്സും ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് വേറൊരു സ്ക്വയർ കിട്ടി. ഇനി ഈ ഗ്രീൻ സ്ക്വയർ ആണ് നമുക്ക് ആവശ്യമുള്ള ആ കുഞ്ഞു സ്ക്വയർ. ആ കുഞ്ഞു സ്ക്വയർ ഡോട്ട് വീഴാനുള്ള പ്രോബബിലിറ്റി കാണാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കും, അല്ലെ. പ്രോബബിലിറ്റി ഓഫ് ദി ഡോട്ട് ഇൻ ദി ഗ്രീൻ ഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാണ്, സ്മോൾ സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ അങ്ങനെ എഴുതുന്നുണ്ട്, സ്മോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താവും, ഏരിയ ഓഫ് ദി സ്മോൾ സ്ക്വയറിന്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ എന്താണ്, ലാർജ് സ്ക്വയറിന്റെ ഏരിയ ആണോ. ഏരിയ ഓഫ് ദി, മുകളിൽ ആര് വരും, നമുക്ക് ആവശ്യമുള്ളത് സ്മോൾ സ്ക്വയറിന്റെ ഏരിയ ഓഫ് ദി സ്മോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ, ലാർജ് സ്ക്വയർ. ക്ലിയർ? ഇവിടെയും നമുക്ക് സ്ക്വയർ ആവുന്നതുകൊണ്ട് നമുക്ക് എയും ബിയും ഒന്നും എടുക്കണ്ട, ഒറ്റ എ എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഈ വലിയൊരു സൈഡിനെ ഞാൻ എ ആയിട്ട് എടുക്കുന്നുണ്ട്. ക്ലിയർ? ഇവിടെ കൊടുക്കാം, ഇത് സ്ക്വയർ ആണല്ലോ, അപ്പോ 2 സൈഡും എ തന്നെ ആയിരിക്കും നമ്മൾ വരക്കുന്നുണ്ട്. ഞാനിതപ്പോ ഈ ഒരു സൈഡിന് ടോട്ടലായിട്ട് ഇതിപ്പോൾ ഒരു എ എന്തും ആവാട്ടോ, ചിലപ്പോൾ 5 സെന്റിമീറ്റർ ആവാം, 3 സെന്റിമീറ്റർ ആവാം, 4 സെന്റിമീറ്റർ ആവാം, എന്തും ആവാം. അപ്പൊ മക്കളെ, ഇത്രയും ദൂരം എ ആണെങ്കിൽ ഇതും എ അല്ലേ, അപ്പൊ ഇതെന്ത് വരും, ഇവിടെ നിന്ന് ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോ, ഇങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ നമുക്ക് ലാർജ് സ്ക്വയറിന്റെ ഏരിയ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. എ ആണ് സൈഡെങ്കിൽ, അല്ലെ, സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കാണാം, എ ആണ് സൈഡെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, എ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ലാർജ് സ്ക്വയറിന്റെ ഏരിയ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പൊ അത് ആദ്യം എഴുതുന്നുണ്ട്, ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ, അതിൽ ഡൗട്ടൊന്നുമില്ല, എത്രയാണ്, എ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർക്ക് വേണ്ട കാര്യം കിട്ടിക്കഴിഞ്ഞു, ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ. ഇനി ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ കൂടെ കിട്ടണം. അതിനുവേണ്ടി പക്ഷെ നമുക്ക് സ്മോൾ സ്ക്വയറിന്റെ അളവ് എത്രയെന്ന് അറിയില്ല, കാരണം നമുക്ക് എയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഞാൻ ഈ വെറുതെ കൊണ്ടുപോയി ബിന്നും കൊടുത്തിട്ട് കാര്യമില്ല, നമുക്ക് ക്യാൻസൽ ആണല്ലോ. അപ്പൊ എയുമായി നമുക്ക് എന്തെങ്കിലും ബന്ധം ആദ്യം ഉണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്കതൊന്ന് സ്ഥാപിച്ചെടുക്കാം. ഇവിടെ നോക്ക്, ഇതൊക്കെ എ ആണല്ലോ, ഇത് എങ്ങനെയാണെങ്കിൽ ഇത്രയും ദൂരം എന്താവും, a/2, എയുടെ പകുതിയല്ലേ, ഡൗട്ടില്ലല്ലോ. അപ്പൊ ഇതും എന്ത് തന്നെയാവും, a/2. ക്ലിയർ? ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സ്മോൾ സ്ക്വയറിന്റെ സൈഡ് ആണല്ലോ ഇത്, ഈ ഒരു സൈഡ്, അത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, ഇതിലൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, പൈതഗോറസ് തിയറം കൊടുക്കാം. അപ്പോ സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, സൈഡ് ഓഫ് സ്മോൾ സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കാണാം, അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി, അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പൈതഗോറസ് തിയറം കൊടുക്കും. എന്ത് വരും, പൈതഗോറസ് തിയറം കൊടുക്കുമ്പോൾ √a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. രണ്ടും a/2 ആണല്ലോ, അത് ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. അപ്പൊ ബേസ് സ്ക്വയർ പ്ലസ് √base സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ രണ്ടും ഈക്വൽ ആവുന്നതുകൊണ്ട് എന്ത് വരും, ഇനി
ശ്രദ്ധിച്ചോ, അതെന്ത് വരും? a²/4 പ്ലസ് a²/4 എന്ന് വരും. ക്ലിയർ? a²/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 2a²/4 എന്നാവും, 2a²/4 എന്നാവും. ക്ലിയർ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ എന്ത് വരും? ഇതിന്ന് നമുക്ക് അതെന്താവും? a²/2 എന്നാവും. ഇനി റൂട്ടിനെ പുറത്തെടുക്കുന്ന ടൈമിൽ a² റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ a എന്നാവും. അതുപോലെ താഴെ എന്തുണ്ടാവും? a/√2 എന്നാവും. ഇതെന്ത് വരും? a/√2 അല്ലെ? മനസ്സിലായോ? കാരണം a² റൂട്ട് a ആണ്, 2ന്റെ റൂട്ട് /2ന്റെ റൂട്ട് √2 ആണ്. അപ്പോൾ ഈ സൈഡ് എന്ത് വരും? a/√2. ഇതാണ് നമ്മൾ പൈതഗോറസ് തിയറം കണ്ടുപിടിച്ചത്. അപ്പോൾ ഓരോ സൈഡും, അപ്പോൾ കുഞ്ഞു സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ a/√2 ആണ്. ക്ലിയർ? ഒരു സൈഡ് a/√2 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കുഞ്ഞു സ്ക്വയറിന്റെ ഏരിയ പറഞ്ഞൂടെ? അല്ലെ? പറയാൻ പറ്റുമോ? പറ്റും. അപ്പോ ഇവിടെ എഴുതുന്നുണ്ട് ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും? സ്മോൾ സ്ക്വയർ ഈ a/√2ന്റെ സ്ക്വയർ അല്ലെ? അതാണ് ഒരു സൈഡ് എങ്കിൽ a/√2 ആണ് ഒരു സൈഡ് എങ്കിൽ a/√2ന്റെ സ്ക്വയർ. അല്ലെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? a-ന്റെ സ്ക്വയർ a² √2ന്റെ സ്ക്വയർ 2. അപ്പോൾ അതിന്റെ ഏരിയ നമുക്ക് കിട്ടി a²/2. നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളുമായി, ഏരിയ ഓഫ് ലാർജ് സ്ക്വയറുമായി. ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? a² എന്ന് കിട്ടി അല്ലെ? ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? a²/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷന് കൊടുത്തൂടെ? ഈ ഇക്വേഷൻ ഏത് ഇക്വേഷൻ? ഈ റെഡ് കളറിൽ കൊടുത്ത് ഇക്വേഷൻ കൊടുക്കാം. അപ്പൊ നമുക്ക് ആൻസർ എഴുതി നോക്കാം. Therefore, the probability of the dot is in സ്മോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്നുകൂടി എടുത്ത് എഴുതാട്ടോ. ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത്? സ്മോൾ സ്ക്വയറിന്റെ ഏരിയ അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? a²/2. താഴെ എന്തുണ്ടാവും? ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ. ലാർജ് സ്ക്വയറിന്റെ ഏരിയ നമുക്ക് കിട്ടി എത്രയാണ്? a². ക്ലിയർ? ഇനി ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ക്യാൻസൽ ചെയ്യാം. അപ്പോ a²ഉം a² ക്യാൻസൽ ആയി. ബാക്കി ആരുണ്ടാവും? ഒരു 1/2 എന്നുണ്ടാവും. ഓക്കെ, മുകളിലൊരു 1/2 ഉണ്ടാവും. അപ്പോൾ 1/2 ആണ് ആൻസർ. ആൻസർ എന്ത് വരും? 1/2. ക്ലിയർ ആണെന്ന് കരുതുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ 1/2 ആണ് ആൻസർ. ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ കിട്ടും. ഇവിടെ ബേസിക് ആയിട്ട് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പൈതഗോറസ് തിയറം അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. a ആണ് സൈഡെങ്കിൽ ഉള്ളത്തെ സ്ക്വയറിന്റെ ഒരു സൈഡ് a/√2 വരും. അങ്ങനെ പഠിച്ചു വെച്ചാലും നിങ്ങൾക്ക് സ്പീഡിൽ ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പൈതഗോറസ് തിയറം എപ്പോഴും കാണാതെ പഠിക്കുന്നത് പ്രിഫറബിൾ അല്ല. നിങ്ങൾ എപ്പോഴും എങ്ങനെയാണിത് കണ്ടുപിടിച്ചെന്ന് ആലോചിച്ച് നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, then moving into second question. ഒക്കെ സെയിം രീതിക്കുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? the triangle got by joining alternate vertices of a regular hexagon. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? റെഗുലർ ഹെക്സഗൺ. ഇവിടെ 2-3 വാക്ക് അറിയണം. ഓൾട്ടർനേറ്റ് വെർട്ടിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിടവിട്ട മൂലകൾ അല്ലെ? ഈ ഹെക്സഗന്റെ ഒന്നിടവിട്ട മൂലകളാണല്ലോ ഇത്. അത് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയ ട്രയാങ്കിൾ. ഓൾട്ടർനേറ്റ് വെർട്ടിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിടവിട്ട വെർട്ടിസസ് ഓഫ് റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടെ മനസ്സിലാക്കണേ. റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹെക്സഗൺ 6 സൈഡാണ് ഉണ്ടാവുക. എല്ലാ സൈഡും ഈക്വൽ. റെഗുലർ എന്നുള്ള വാക്കുകൊണ്ട് മാത്സിൽ എപ്പോഴും നിങ്ങൾ ജോമെട്രിക് ഫിഗേഴ്സ് ഒക്കെ റെഗുലർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രത്യേകത ഇതൊന്ന് ആലോചിച്ച് വെച്ചോളൂ. റെഗുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ എന്ത് പറയാം? ഓൾ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ? റെഗുലർ എന്ന് പറയാ കേട്ടോ. അപ്പോൾ അത് ആദ്യം നിന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിന്റെ എല്ലാ സൈഡും ആംഗിളും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഇതുവരെ ഓക്കെ ആണെന്ന് എഴുതുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു സൈഡ് a ആണെങ്കിൽ എല്ലാ സൈഡും a ആണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഹെക്സഗൺ റെഗുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആണ്. ക്ലിയർ? ഇനി മക്കളെ, അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഹെക്സഗന്റെ ഏരിയ കാണാൻ. നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞുതരാം. അതിന്റെ മുന്നേ ഇവിടെ എന്തായാലും പ്രോബബിലിറ്റി കാണുമ്പോൾ നമ്മുടെ ആൻസറിൽ എന്ത് വരും? പ്രോബബിലിറ്റി കാണുമ്പോൾ ഇക്വേഷനും വേറെ എഴുതരാം. പ്രോബബിലിറ്റി കാണുമ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? നമുക്ക് ആവശ്യമുള്ളതിന്റെ ഏരിയ അല്ലെ? നമുക്ക് ഗ്രീൻ ഷെയ്ഡഡ് റീജിയൻ ആണല്ലോ. എന്താണ്?
ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ്, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ആണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? ഏരിയ ഓഫ് ദി ടോട്ടൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഹെക്സഗൺ ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട് ഇവിടെ. ഏരിയ ഓഫ് ദി ട്രയാങ്കിളും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതുപോലെ നമുക്ക് എന്തും ആവശ്യമുണ്ട്? ഏരിയ ഓഫ് ഹെക്സഗണും ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിനൊരു റിലേഷൻ ഉണ്ടാക്കണം. ആദ്യം നമുക്ക് ഏരിയ ഓഫ് ഹെക്സഗൺ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 2-3 കാര്യങ്ങൾ ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ടല്ല, ഇനി വരുന്ന സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഞാനതൊരു വേറൊരു സ്ലൈഡിൽ തന്നെ പറയാം. ഒന്ന്, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. നിങ്ങൾ ഓരോന്നിനും ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കണ്ട. ഡയറക്റ്റ് നിങ്ങൾക്ക് സൈഡ് എത്ര അറിയാമെങ്കിൽ ആ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് റെഗുലർ ഹെക്സഗന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ ഞാനൊന്ന് പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം, ഇനി വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനതൊരു വേറൊരു സ്ലൈഡിൽ തന്നെ കാണിക്കാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ്, അല്ലെ എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാറ്. ക്ലിയർ? ഇതാണ് ഇപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ വരിക. ചിലപ്പോൾ ഇതൊരു 5 സെന്റിമീറ്റർ ആവാം, എല്ലാ സൈഡും 5 സെന്റിമീറ്റർ ആവാം. എല്ലാ ആംഗിളും, ഒരാംഗിളും എത്ര ഡിഗ്രി വരാറ്? 60 ഡിഗ്രി വരാറ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയും കരുതുന്നു. ഓക്കെ, 60 ഡിഗ്രി. അപ്പോൾ ഇതാണ് എന്ത്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ജനറൽ ആയിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ ഇനി നിങ്ങളിത് കാണാതെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വന്നാലും നിങ്ങൾക്ക് ഏരിയ എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ കാണാൻ പറ്റും. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ സൈഡ് എ ആണെങ്കിൽ അപ്പൊ എല്ലാ സൈഡും എന്താവും? അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോ. ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ √3 ഇൻറ്റു ഏരിയയുടെ പകുതി കാണാം, A/2 അല്ല, സൈഡിന്റെ പകുതി കാണാം, അതിന്റെ സ്ക്വയർ. √3 ഇൻറ്റു സൈഡിന്റെ പകുതിയുടെ സ്ക്വയർ. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ √3 ഇൻറ്റു സൈഡിന്റെ പകുതിയുടെ സ്ക്വയർ. ക്ലിയർ? അപ്പൊ ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഈ ഒരു ട്രയാങ്കിൾ എക്സാമ്പിൾ ആയിട്ട്, ഇപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ 4 സെന്റിമീറ്റർ ആണ് എല്ലാ സൈഡും എന്ന് പറഞ്ഞു, 4 സെന്റിമീറ്റർ ആണ് എല്ലാ സൈഡും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഏരിയ സുഖമായി കണ്ടുകൂടെ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? √3 ഇൻറ്റു സൈഡിന്റെ പകുതിയുടെ സ്ക്വയർ. സൈഡിന്റെ പകുതി അല്ലെ, 4/2. സൈഡിന്റെ പകുതി, അതിന്റെ സ്ക്വയർ. ഇക്വേഷന് കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? √3 ഇൻറ്റു 2 സ്ക്വയർ 4√3 എന്ന് വരും. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ അപ്പൊ അത് അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. ഇപ്പൊ തന്നിട്ടുള്ള സൈഡ് എ ആണെങ്കിൽ എയുടെ പകുതി, ഇനി ബി ആണെങ്കിൽ അപ്പൊ എന്ത് വരും? ഇക്വേഷൻ √3 ഇൻറ്റു B/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അവിടെ എന്താണോ സൈഡ് ഉള്ളത് ആ സൈഡിന്റെ പകുതിയുടെ സ്ക്വയറിനെ എന്തുകൊണ്ട് ഗുണിക്കുക? √3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലെ? ഇനി നമുക്ക് ഏരിയ ഓഫ് ദി ഹെക്സഗൺ കൂടെ കാണാം. ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗന്റെ കൂടെ ഏരിയ നമുക്ക് കാണാൻ പഠിക്കട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചു കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏരിയ ഓഫ് എങ്ങനത്തെയാണ്? റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്? എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് റെഗുലർ ഹെക്സഗൺ എടുക്കാം. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അറിയാമെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ഹെക്സഗന്റെ ഏരിയ സുഖമായി കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. സൈഡ് എ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ എല്ലാ സൈഡും എന്താവും? എ. ഞാനതൊന്നും എഴുതുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ റെഗുലർ ഹെക്സഗന് നിങ്ങൾക്ക് ഡയഗണൽസ് വരച്ചുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചു കേട്ടോ. പോസിബിൾ ആയിട്ടുള്ള എല്ലാ കണക്ഷൻസും നമുക്ക് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് റെഗുലർ ഹെക്സഗൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 6 റെഗുലർ എന്ത് കിട്ടും? 6 റെഗുലർ അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളൊക്കെ ഈക്വൽ ആയിരിക്കും. അതിനൊരു കാരണമൊക്കെ ഉണ്ട്. ഇതിന്റെ ആംഗിൾ എന്ത് വരും? അല്ലെ, ഓരോ ആംഗിളും റെഗുലർ ഹെക്സഗന്റെ ആംഗിൾ എങ്ങനെയാണ്? 6 - 2 ഇൻറ്റു 180 ആണ്. അതായത് 4 ഇൻറ്റു 180 എന്ന് വരും. അപ്പൊ ടോട്ടൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 720 ആണ് ടോട്ടൽ ആംഗിൾ വരിക. അപ്പൊ ഒരു ആംഗിൾ ഒക്കെ വരും. ടോട്ടൽ 6 ആംഗിൾ അല്ലേ? അപ്പൊ 720/6 എന്ന് വരുമ്പോൾ നമുക്ക് 120 ഡിഗ്രിയാണ് ഒരു ആംഗിൾ വരിക. അപ്പോൾ ഒരേ ആംഗിൾ 120 ആകുമ്പോൾ മക്കളെ നമ്മൾ ഈ ഡയഗണൽ വരയ്ക്കുമ്പോൾ ഓരോ ആംഗിളും എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? അത് 60 ഡിഗ്രി ആവും. അപ്പോൾ അതൊന്നും ഇവിടെ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ എന്താവും? ഇക്വലാറ്ററൽ ആംഗിൾ. അപ്പൊ എല്ലാ സൈഡും എ. അപ്പൊ ഇതൊന്ന് നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചുകൂടെ? അല്ലെ, ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഇപ്പൊ എന്ത് വരും?
ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് ഒറ്റ ട്രയാങ്കിളിന്റെ ഏരിയ √3 × a/2 നമ്മൾ നേരത്തെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ 6 ട്രയാങ്കിൾ കൂടി ചേർന്നതല്ലേ. അപ്പൊ ഏരിയ ഓഫ് ഹെക്സഗൺ നമുക്ക് സുഖമായി പറഞ്ഞൂടെ? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും? റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ പോരെ. എങ്ങനത്തെ 6 എന്നല്ലേ? 6 × √3 × a/2 അപ്പൊ എന്ത് വരും? ഇനി ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 6 √3 വന്നു, a²/4 എന്ന് എഴുതി കൂടെ. ഇനി 6ഉം 4ഉം എന്താവും? 3/2 എന്നാവും. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. 3√3/2 × a². ഇതാണ് എന്ത് ഏരിയ വരിക. ക്ലിയർ? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗണും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 3√3 × a²/2. ഡൗട്ട് ഇല്ലല്ലോ? ഇതുവരെ ക്ലിയർ ആക്കി വെക്കുക. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് സുഖമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടാവണേ. അപ്പൊ ഈ ഒരു ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആവുന്നത് കൊണ്ട് നമുക്ക് ഡിനോമിനേറ്റർ നമുക്ക് വേഗം കിട്ടും. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും? 3√3/2 × a². ക്ലിയർ? അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ദി ഹെക്സഗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഈ ഏരിയ ഓഫ് ദി ഗ്രീൻ ട്രയാങ്കിൾ കിട്ടിയാൽ മതി. അതിന് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ സൈഡും അല്ലെങ്കിൽ ഹെക്സഗന്റെ സൈഡും നമ്മൾ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കാം. അപ്പൊ അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് ഈ രണ്ടെണ്ണം ഇതൊക്കെ എത്രയാണെന്ന് അറിയാം, ആണെന്നറിയാം. അപ്പൊ ഞാനിത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ്, ഈ ട്രയാങ്കിളിന്റെ സൈഡ് കിട്ടിയാൽ മതി. അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആവും. കാരണം അതും ഞാൻ പറഞ്ഞു തരാം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആവും. എന്റെ മുന്നേ നമുക്ക് ആദ്യം ഒരു സൈഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ ആണെങ്കിൽ ഇവിടെയും എന്ത് വരും? ആണ്. റെഗുലർ ഹെക്സഗൺ വരും. നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ ടോട്ടൽ 120 ആണ്. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 60 എന്ന് വരും ഇവിടെ, അല്ലെ? ഇവിടെ അപ്പൊ 90 ഡിഗ്രി ഉണ്ട്, പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ 30 ഡിഗ്രി ഉണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഒരു ട്രയാങ്കിള്, അല്ലെ? ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയാം കേട്ടോ. 2 ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാണ്ട്. അതൊക്കെ ഈ SSLC ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പറയും. ഇനി ഇതൊന്ന് കേട്ട് വെച്ചോ. അതായത് ഇങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ ട്രയാങ്കിൾ ഉണ്ട്. 90 ഡിഗ്രി, അതുപോലെ എന്ത് വരും? 60 ഡിഗ്രി, 30 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ അവരുടെ സൈഡ്സ് തമ്മിലൊരു റേഷ്യോ ഉണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് പറയാറ്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഇങ്ങനെയാണ് ആംഗിൾസ് ഉള്ളതെങ്കിൽ അവരുടെ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:√3:2. അതായത് 30യുടെ ഓപ്പോസിറ്റ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ പറയാൻ പറ്റും. 60ന്റെ ഓപ്പോസിറ്റ് √3 ആയിരിക്കും, 90ന്റെ ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതുകൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ ഇനി വേറൊരു റേഷ്യോ കൂടെ. അപ്പൊ ഇതാട്ടോ ഒന്നാമത്തെ കാര്യം. ഇതുകൂടെ മനസ്സിലാക്കി വെക്കുക. 30, 60, 90 ആണെങ്കിൽ 1:√3:2. ക്ലിയർ? ഇതിന്റെ ഉപകാരം എന്താ അറിയോ? അപ്പൊ നിങ്ങളോട് പറഞ്ഞു എന്ത്? ഇവിടെ ഇപ്പൊ 30ന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റൂടാ. 30ന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ 30ന്റെ ഓപ്പോസിറ്റ് അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ 60ന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ഒന്നിങ്ങനെ 5 ആയത് × 5 ചെയ്തപ്പോഴല്ലേ? അല്ലെ, × 5 ചെയ്തപ്പോഴാണ്. അപ്പൊ എല്ലാത്തിനും × 5 ചെയ്യുക. അപ്പൊ എന്ത് വരും? 5√3 എന്ന് വരും. 60ന്റെ ഓപ്പോസിറ്റ് അപ്പൊ എന്ത് വരും? 5√3 എന്ന് വരും. 2ന്റെ ഓപ്പോസിറ്റോ × 5 അല്ലേ വേണ്ടത്. അപ്പൊ 2 × 5 എല്ലാത്തിനും 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 10. ക്ലിയർ? ഇതാണ് നിങ്ങളപ്പോ ഈ റേഷ്യോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടോ. 1:√3:2 എന്നാണ് വരിക. ഇത് എപ്പോൾ മാത്രമാണ് ഈ ആംഗിൾ വരുമ്പോൾ കേട്ടോ? 30, 60, 90 വരുമ്പോൾ 1:√3:2. ഇനി വേറെ ട്രയാംഗിൾ കൂടി 2 ട്രയാംഗിളെ പഠിക്കാറുള്ളൂ. ഒന്ന് ഇങ്ങനത്തെ 45, 45, 90 അല്ലെ, ഇങ്ങനത്തെ ട്രയാംഗിൾ വരികയാണെങ്കിൽ ഇതും ഒരു സ്പെഷ്യൽ ട്രയാംഗിൾ ആണ്. അവിടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 എന്നാണ്. ഇതുകൂടെ പഠിച്ചു വെച്ചോ. 45 ഡിഗ്രി, 90 ആണെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ മാത്രമല്ല കേട്ടോ, പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപയോഗം വരും. അപ്പൊ ഈ ഒരു സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ.
അപ്പോ ഇവിടെ നമ്മുടെ ആ ഒരു ട്രയാങ്കിൾ അല്ലേടാ 30, 60, 90 അല്ലേ? ഒന്ന് നോക്ക്. ഇവിടെ 90ന്റെ ഓപ്പോസിറ്റ് എ ആണ്. നമ്മുടെ റേഷ്യോ എങ്ങനെയായിരുന്നു? ഇനി വേണമെങ്കിൽ പറഞ്ഞു തരാം, ഇനി നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? ഇവിടെ ശരിക്കും നമ്മുടെ റേഷ്യോ ഉള്ളത് ഇവിടെ 30, 60 ആണെങ്കിൽ 1:√3:0. 1 എന്ന് പറയുന്നത് 30ന്റെ ഓപ്പോസിറ്റ് ആണ്. 1:60ന്റെ ഓപ്പോസിറ്റ് √3, 90ന്റെ ഓപ്പോസിറ്റ് എന്താണ് 2. അപ്പോൾ 30, 60, 90 ആണെങ്കിൽ റേഷ്യോ 1:√3:2 ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 90യുടെ ഓപ്പോസിറ്റ് എ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? 90ന്റെ ഓപ്പോസിറ്റ് എ ആണെങ്കിൽ അപ്പൊ ഇവിടെ എന്ത് വരും? 30ന്റെ ഓപ്പോസിറ്റ് a/2 വരും. അപ്പോ a/2, 30ന്റെ ഓപ്പോസിറ്റ് a/2, നമുക്ക് അതല്ല ആവശ്യം. അപ്പോ 60ന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് നമുക്ക് ആവശ്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ a/2നെ നമ്മൾ എന്തുകൊണ്ട് വിളിച്ചാൽ മതി? a/2√3 എന്ന് വരും. ക്ലിയർ? അപ്പൊ എന്ത് വരും? a/2√3. ഇത്രയും ദൂരം ഇതുവരെ a/2√3 എന്ന് കിട്ടി. ഇതെന്ത് വരും? അപ്പൊ ബാക്കി ദൂരം ഐസോസെലസ് ട്രയാങ്കിൾ ആണല്ലോ, രണ്ട് ട്രയാങ്കിളും സെയിം ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? a/2√3. ഇങ്ങനെ നമുക്ക് ഓരോന്ന് എടുക്കുമ്പോഴും എല്ലാ സൈഡും സെയിം ആയിട്ട് വരും. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് എന്ത് വരും? a/2√3 പ്ലസ് a/2√3. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? ഇതിനെ നമുക്ക് a√3 എന്ന് എഴുതി കൂടെ അല്ലേ? അപ്പോൾ ടോട്ടൽ ഈ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? a√3 വരും. ക്ലിയർ? അപ്പൊ എല്ലാ സൈഡും a√3 ആയിട്ടുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എഴുതാൻ പറ്റും. എഴുതുന്നുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് വിത്ത് സൈഡ് എന്താണ്? a√3 ആണ്. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷന് കൊടുക്കാം? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എ സൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏരിയ അറിയാം. എ ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് എങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക? √3 ഇൻറ്റു തന്നിട്ടുള്ള സൈഡിന്റെ പകുതി അതിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. √3 ഇൻറ്റു സൈഡിന്റെ പകുതി a√3യുടെ പകുതി, അതിന്റെ പകുതി പറയുമ്പോൾ /2 അതിന്റെ സ്ക്വയർ. ഇതായിരിക്കും ഏരിയ ഓഫ് ട്രയാങ്കിൾ വരിക. ക്ലിയർ? അപ്പൊ എന്ത് വരും? ഇനി സിംപ്ലിഫൈ ചെയ്യുക. √3 ഇൻറ്റു ഇതെന്ത് വരും? a²/4 പിന്നെ എന്ത് വരും? √3യുടെ സ്ക്വയർ 3. ക്ലിയർ? ഇങ്ങനെയല്ലേ വരിക? a² a², √3യുടെ സ്ക്വയർ 3, 2ന്റെ സ്ക്വയർ 4. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 3√3 a²/4 എന്ന് എഴുതി കൂടെ. അപ്പൊ നമുക്കിപ്പോ ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ കിട്ടി അല്ലെ? നമ്മുടെ ഇക്വേഷൻ കൊടുക്കാനുള്ള രണ്ട് കാര്യങ്ങൾ കിട്ടി. ഏരിയ ഓഫ് ദി ഹെക്സഗണും കിട്ടി. എത്രയാണ്? 3√3 a²/2 ആണെന്ന് കിട്ടി. അതുപോലെ ഏരിയ ഓഫ് ദി ട്രയാങ്കിളും കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 3√3 a²/4 ആണെന്നും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിച്ചൂടെ? അപ്പൊ ദെർഫോർ ആ ഇക്വേഷൻ കൊടുക്കുക. ഇക്വേഷൻ വേണമെങ്കിൽ ഒന്നുകൂടി എടുത്ത് എഴുതാട്ടോ. ദെർഫോർ പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെ? ഇത് വേണമെങ്കിൽ ഒന്നും കൂടി എടുത്ത് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മുകളിൽ അപ്പൊ എന്ത് വരും? 3√3 a²/4 എന്ന് വരും. അതുപോലെ ഡിനോമിനേറ്ററിൽ ആര് വരും? ഡിനോമിനേറ്ററിൽ ബൈ ഏരിയ ഓഫ് ഹെക്സഗൺ. ഏരിയ ഓഫ് ഹെക്സഗൺ എന്താണ്? 3√3 a²/2. ക്ലിയർ? ഇതിൽ ക്യാൻസൽ ചെയ്യാവുള്ളവരല്ലേ മിക്കതും? 3√3 ക്യാൻസൽ ആയി, a² ക്യാൻസൽ ആയി. ബാക്കി ആരൊക്കെയുണ്ട്? അതാ ശ്രദ്ധിച്ചോ. മുകളിൽ ഒരു 1/4 ഉണ്ട്, താഴെ ഒരു 1/2 ഉണ്ട്. ഇത്രയല്ലേ ബാക്കിയുള്ളത്. ഇനി ഇതിനെങ്ങനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുക? അപ്പൊ 1/4 ഇൻറ്റു 1/2ന്റെ റെസിപ്രോക്കൽ 2/1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ബാക്കി 1/2. ഇതിന്റെ ആൻസർ എന്താണ്? 1/2 ആണ്. ശരിക്കും ഇത്ര ചെയ്യാവുള്ളൂ. ഇത് നമുക്ക് ഇനി പല ക്വസ്റ്റ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു സ്ലൈഡിൽ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയിപ്പോ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാൻ പറ്റും. ഇതിന്റെ ആൻസർ മാത്രം ആലോചിച്ച് വെക്കാൻ പറ്റിയ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾ മറക്കൂല. നിങ്ങൾക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തൂടെ? അപ്പൊ നോക്ക്, നിങ്ങൾക്ക് എത്ര ട്രയാങ്കിൾ ഉണ്ടായി ഇവിടെ? 1, 2, 3, 4, 5, 6 ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാ റേഷ്യോ എഴുതുക? ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ടോട്ടൽ 6 ട്രയാങ്കിൾ. നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 എന്നല്ലേ? 1, 2, 3. അപ്പൊ എന്ത് വരും? 3/6 ചെറുതാക്കുമ്പോ 1/2. ഇത് വേണ്ടോ? അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയാണ്. പക്ഷെ ഇങ്ങനെ എഴുതരുത് കേട്ടോ അധികം. ഇത് തന്നെ ആൻസർ ഇതാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇടാൻ വേണ്ടി മാത്രം ഇതൊന്നും ആലോചിച്ച് വെച്ചോ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു.